നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയുടെ വ്യാവസായിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടം. 2025 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം വ്യാവസായിക ഉൽപാദന സൂചിക 8.9% വളർച്ചയാണ് രാജ്യത്ത് കൈവരിച്ചത്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സൗദിയുടെ സാമ്പത്തിക മുന്നേറ്റം വ്യക്തമാകുന്നത്. സൗദിയുടെ വ്യവസായ മേഖലയിൽ വൻ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് 2025 അവസാനിച്ചത്. 2024 ഡിസംബറിനെ അപേക്ഷിച്ച് 2025 ഡിസംബറിൽ വ്യാവസായിക ഉൽപാദന സൂചിക 8.9% വർദ്ധിച്ചു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതു സംബന്ധമായ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഖനനം, ഉൽപാദനം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ ഉണർവാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ നിർണായകമായ ഖനന ക്വാറിയിംഗ് മേഖലയിൽ 13.2% വലിയ വളർച്ചയുണ്ടായി. ഉൽപാദന മേഖലയിൽ 3.2% വർധനവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ ജലവിതരണം, മലിനജല ശുദ്ധീകരണം, മാലിന്യ സംസ്കരണം എന്നീ വിഭാഗങ്ങൾ 9.4% വളർച്ച നേടി. വിഷൻ 2030 ഭാഗമായി വ്യവസായ മേഖലയിൽ രാജ്യം നടത്തുന്ന നിക്ഷേപങ്ങൾ ഫലം കാണുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 24 ജിദ്ദ. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സർവീസുകളെ പ്രോത്സാഹിപ്പിച്ച ലൈസൻസ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്ക് കടിഞ്ഞാണിട്ട് UAE. 230-ലധികം അക്കൌണ്ടുകൾ പൂട്ടി. സ്വദേശീവൽക്കരണ മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് നടപടി. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സർവീസുകളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്ത അക്കൌണ്ടുകൾക്കാണ് പിടിവീണത്. സ്വദേശിവൽക്കരണ മാനവവിഭവശേഷി മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ റെഗുലേറ്ററി ഗവൺമെന്റ് അതോറിറ്റിയും ചേർന്നാണ് നടപടിയെടുത്തത്. ഇത്തരം വിവരങ്ങൾ കൈമാറാനും പോസ്റ്റ് ചെയ്യാനും വ്യക്തികൾക്ക് മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് എടുക്കണം. അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുടെ പേരിലാകണം അക്കൗണ്ട് ഉള്ളത്. ഗാർഹിക തൊഴിലാളി നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ലൈസൻസ് ഉള്ള കമ്പനികളുമായി ചേർന്ന് മാത്രമേ തൊഴിലവസരങ്ങൾ തേടാൻ പാടുള്ളൂ എന്ന് സ്വദേശിവൽക്കരണ മാനവവിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. എങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് കൃത്യമായ നിയമപരിരക്ഷ ലഭിക്കുകയുള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വ്യാജ പരസ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തുന്നവർക്ക് 2 ലക്ഷം ദിർഹം മുതൽ 1 മില്യൺ ദിർഹം വരെ പിഴ ലഭിക്കാം. 24 ദുബായ്. സൗദി അറേബ്യയിൽ മരണനിരക്കിൽ വൻ കുറവ്. റോഡപകടങ്ങളിൽ 60% കുറവാണ് രേഖപ്പെടുത്തിയത്. പുതിയ ആരോഗ്യ പരിരക്ഷാ മാതൃക രാജ്യത്ത് വിജയകരമെന്നാണ് റിപ്പോർട്ട്. പകർച്ചവ്യാധി മരണങ്ങളിൽ 50%, വിട്ടുമാറാത്ത രോഗങ്ങളിലെ മരണത്തിൽ 40% കുറവുണ്ടായി. ഇതോടെ രാജ്യത്തെ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിച്ചു. ഇത് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ നേട്ടമാണെന്ന് ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജൽ പറഞ്ഞു. സൗദി അറേബ്യയിലെ കമ്പനികൾ സാമ്പത്തിക റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് സമർപ്പിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. ടാക്സ് ഫയലിംഗ് ഏപ്രിൽ 30-നകവും ഓഡിറ്റ് റിപ്പോർട്ടുകൾ ജൂൺ 30-നകവും സമർപ്പിക്കാനാണ് നിർദ്ദേശം. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും തങ്ങളുടെ വാർഷിക സാമ്പത്തിക ഇടപാടുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അധികൃതർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 30-നകം സക്കാത്ത് ടാക്സ് ഫയലിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഒരു നിർദ്ദേശം. ജൂൺ 30-ഓടെ വാർഷിക സാമ്പത്തിക കണക്കുകൾ അഥവാ ഓഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കണം. കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങാത്ത സ്ഥാപനങ്ങൾക്കും നിലവിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്ത കമ്പനികൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സമയപരിധി പാലിച്ചില്ലെങ്കിൽ വലിയ തുക പിഴയായി ഒടുക്കേണ്ടി വരുമെന്ന് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഓഡിറ്റ് മാനേജർ അഭിനവ് കുമാർ ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 30-ന് മുമ്പായിട്ടുള്ള സക്കാത്ത് ഫയലിംഗ് ചെയ്യാത്ത പക്ഷം 20,000 റിയാലാണ് ഫൈനായിട്ട് വരുന്നത്. ജൂൺ 30-ന് മുമ്പുള്ള ഓഡിറ്റ് ഫയലിംഗ് ചെയ്യാത്ത പക്ഷം കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ചും മാനേജേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചും 6,000 മുതൽ മുകളിലേക്കാണ് ഫൈനിന്റെ തുക. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ 2 കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുത്തേണ്ടത് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സോക്പയിൽ അഥവാ സൗദി ഓർഗനൈസേഷൻ ഫോർ ചാർട്ടേഡ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടൻസിൽ രജിസ്റ്റർ ചെയ്ത അംഗീകൃത ഓഡിറ്റ് സ്ഥാപനങ്ങൾ വഴി മാത്രമേ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവൂ. ഇതുകൂടാതെ വിദേശ നിക്ഷേപകർ ഓരോ 3 മാസത്തിലും തങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ നിക്ഷേപ മന്ത്രാലയത്തിന് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക രേഖകൾ എപ്പോഴും സുതാര്യമായും കൃത്യമായും ഓഡിറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് നിയമ നടപടികൾ ഒഴിവാക്കാൻ അനിവാര്യമാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ.
റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി കുവൈത്ത് ഇന്ത്യൻ ഹുദ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അഹ്ലാൻ യാ റമദാൻ എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. റിഗായിലെ ഔക്കാഫ് സ്റ്റേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഷെയ്ഖ് ഡോക്ടർ യാസിർ സലീം അൽ അബ്ദുൽ ഇലാഹ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് അൽ മനാർ സെന്റർ ഡയറക്ടറും പ്രമുഖ പണ്ഡിതനുമായ മൗലവി അബ്ദുൽ സലാം മോങ്ങും മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. കുവൈത്ത് ഔക്കാഫ് പ്രതിനിധി ഷെയ്ഖ് മുഹമ്മദ് അലി അബ്ദുള്ള ആശംസകൾ നേർന്നു. വിവിധ സംഘടനാ പ്രതിനിധികളായ അഡ്വക്കേറ്റ് സിറാജ് സ്രാംബിയേക്കൽ, റഫീഖ്, മുഹമ്മദ് ആരിഫ്, സത്താർ കുന്നിൽ എന്നിവർ സംസാരിച്ചു. ഹുദ സെന്റർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു. ദാവ സെക്രട്ടറി ആദിൽ സലാഫി സ്വാഗതവും ട്രഷറർ ജസീർ പുത്തൂർ പള്ളിക്കൽ നന്ദിയും പറഞ്ഞു. റമദാൻ വ്രതാരംഭത്തോടനുബന്ധിച്ച് UAE-യിൽ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം കുറച്ചു. 5.5 മണിക്കൂറായാണ് ജോലി സമയം ക്രമീകരിച്ചത്. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 വരെയും ഭൂരിഭാഗം സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും. അധിക സമയം പ്രവർത്തിക്കേണ്ട സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർക്ക് റൊട്ടേഷൻ മാതൃകയിൽ സമയം ക്രമീകരിച്ചു നൽകാനും നിർദ്ദേശമുണ്ട്. സ്വകാര്യ മേഖലയിൽ 2 മണിക്കൂർ ഇളവാകും റമദാനിൽ തൊഴിലാളികൾക്ക് ലഭിക്കുക. റമദാനിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് UAE സാമ്പത്തിക മന്ത്രാലയം. വിലക്കയറ്റം തടയാനുള്ള നടപടിയെടുക്കും. അമിതവില ഈടാക്കാതിരിക്കാൻ കടകളിൽ പരിശോധന ശക്തമാക്കാനും തീരുമാനമുണ്ട്. അരി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, മുട്ട, ഗോതമ്പ്, ബ്രെഡ് അടക്കം 9 അവശ്യ സാധനങ്ങളുടെ വില സാമ്പത്തിക മന്ത്രാലയം നേരിട്ട് നിരീക്ഷിക്കും. അമിത വില ഈടാക്കാൻ അനുവദിക്കില്ല. ഓരോ ദിവസവും കടകളിൽ പ്രത്യേക സംഘങ്ങൾ പരിശോധന നടത്തും. വിലയിൽ മാറ്റം കണ്ടാൽ കർശന നടപടി ഉണ്ടാകും. ഉപഭോക്താക്കൾക്കും നേരിട്ട് പരാതി നൽകാം. കഴിഞ്ഞ വർഷം സാമ്പത്തിക മന്ത്രാലയം പ്രൈസിംഗ് പോളിസി നടപ്പിലാക്കിയിരുന്നു. ഇതനുസരിച്ച് മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനാകില്ല. മാത്രമല്ല, ഒരു തവണ വില വർദ്ധിപ്പിച്ചാൽ പിന്നീട് 6 മാസം കഴിഞ്ഞാൽ മാത്രമേ വില കൂട്ടാൻ പാടുള്ളൂ. വില വിവരങ്ങൾ നിരീക്ഷിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം വഴിയോ ടോൾ ഫ്രീ നമ്പർ വഴിയോ പരാതികൾ നൽകാനാകും. ബില്ലിലെ തുക പഴയ ബില്ലുമായി താരതമ്യം ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. 24 ദുബായ്. ഒമാനിൽ വിശുദ്ധ റമദാൻ മാസം ഈ മാസം 19 ആരംഭിക്കുമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 17 റമദാൻ മാസപ്പിറവി കാണാൻ ഇടയില്ലെന്നും ഫെബ്രുവരി 18 ഷാബാൻ 30 പൂർത്തിയാക്കി 19 റമദാൻ ആരംഭിക്കുമെന്നും ഹിജ്രി മാസപ്പിറവി നിരീക്ഷിക്കുന്നതിനുള്ള പ്രധാന കമ്മിറ്റി അറിയിച്ചു. ഇതാദ്യമായാണ് ഒമാനിൽ റമദാൻ മാസപ്പിറവി മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത്. ആകർഷകമായ റമദാൻ ഓഫറുകളുമായി ലുലു സ്റ്റോറുകൾ. ഉൽപ്പന്നങ്ങൾക്ക് 65% വരെയാണ് വിലക്കുറവുള്ളത്. 27-ലധികം രാജ്യങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങൾ വഴി ആഗോള ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് റമദാനിൽ ലുലു ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ റമദാൻ ഷോപ്പിംഗിന് ഉറപ്പാക്കുകയാണ് ലുലു. ദൈനംദിന ഉൽപ്പന്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഫാഷൻ അക്സസറീസ് തുടങ്ങി 6000-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് 65% വരെയാണ് കിഴിവുള്ളത്. അവശ്യ ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരതയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുഹൂർ ബോക്സ്, റമദാൻ ഗ്രോസറി കിറ്റ്, ഫ്രൂട്ട് ബോക്സ് അടക്കം ഇത്തവണ ലഭ്യമാണ്. വൈവിധ്യമാർന്ന ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളുടെ അടക്കം ശേഖരവുമായി ഹെൽത്തി റമദാൻ, ഈന്തപ്പഴങ്ങളുടെ വൈവിധ്യമാർന്ന പ്രദർശനവുമായി ഡേറ്റ്സ് ഫെസ്റ്റിവൽ, മധുരപലഹാരങ്ങളുടെ രുചികരമായ ശ്രേണിയുമായി സ്വീറ്റ് ട്രീറ്റ് തുടങ്ങി ആകർഷകമായ ക്യാമ്പയിനുകളും റമദാൻ ഷോപ്പിംഗിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. റമദാൻ കോംബോ ബോക്സുകൾ, മലബാറി സ്നാക്സ്, അറബിക് ഗ്രിൽഡ് തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങളും ലഭ്യമാണ്. ഓൺലൈൻ ഷോപ്പിംഗിന് ആകർഷകമായ കിഴിവുകളാണ് ഇത്തവണ ലുലു നൽകുന്നത്. ഓൺലൈൻ ഓർഡറിംഗ്, വേഗത്തിലുള്ള ഹോം ഡെലിവറി, ക്ലിക്ക് ആൻഡ് കളക്ട് സർവീസ് തുടങ്ങിയവയ്ക്ക് മികച്ച സേവനമാണ് ലഭിക്കുന്നത്. 24 ദുബായ്. വ്യാജ ഉംറ പാക്കേജുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ റിയാദിലും ജിദ്ദയിലും വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. ഫെബ്രുവരി 1 ആരംഭിച്ച പരിശോധനയിൽ ഇതിനകം 100-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. തീർത്ഥാടകരെ കബളിപ്പിക്കുന്ന ഇത്തരം ഏജൻസികൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിവിധ സർക്കാർ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തിയത്. ഹജ്ജ് ഉംറ മന്ത്രാലയം, ടൂറിസം മന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം എന്നിവയുൾപ്പെടെ 6ഓളം പ്രമുഖ വകുപ്പുകൾ ഈ റെയ്ഡിൽ പങ്കാളികളായി. ഉംറ തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുള്ള വ്യാജവും അനധികൃതവുമായ പാക്കേജുകൾ തടയുകയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. റിയാദിൽ മാത്രം 110 ഓഫീസുകളിൽ പരിശോധന നടത്തി. ഇതിൽ 88 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ജിദ്ദയിൽ നടന്ന 86 പരിശോധനകളിൽ 4 നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടൂറിസം മേഖലയിലെ സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. മറ്റു നഗരങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനം. എല്ലാ ട്രാവൽ ഏജൻസികളും നിലവിലുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അനധികൃത പാക്കേജുകൾ തീർത്ഥാടകർക്ക് നൽകരുതെന്നും മന്ത്രാലയങ്ങൾ കർശന മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴയും മറ്റു ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരും. 24 ജിദ്ദ. സൗദി അറേബ്യയിൽ വ്യാഴാഴ്ച മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥന നടത്താൻ സൽമാൻ രാജാവ് ഉത്തരവിട്ടു. പ്രവാചക ചര്യ പിന്തുടർന്ന് നടക്കുന്ന നമസ്കാരം വരാനിരിക്കുന്ന വ്യാഴാഴ്ച രാജ്യാന്തര തലത്തിൽ എല്ലാ പ്രവിശ്യകളിലും നടക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം റോയൽ കോർട്ട് പുറത്തിറക്കി. പാവപ്പെട്ടവരെ സഹായിക്കാനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും വിശ്വാസികൾക്ക് നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച രാവിലെ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രാർത്ഥന നടക്കും. രാജ്യത്ത് ഐശ്വര്യവും കാരുണ്യവും വർഷിക്കാനായി എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് അധികൃതർ അറിയിച്ചു. സുഡാനിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്ത്. സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനായി എത്യോപ്യയിൽ രഹസ്യ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപഗ്രഹ ദൃശ്യങ്ങളുടെയും നയതന്ത്ര രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. ഉപഗ്രഹ ദൃശ്യങ്ങൾ പ്രകാരം 2025 ഒക്ടോബർ മുതൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമാണ്. 10,000-ഓളം സൈനികരെ ഒരേ സമയം പരിശീലിപ്പിക്കാൻ ശേഷിയുള്ള 100 കണക്കിന് കൂടാരങ്ങളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. UAE-യുടെ ധനസഹായത്തോടെയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ UAE വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഖുറമിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒമാനിലെ 33ാമത്തെ ലുലു സ്റ്റോറാണിത്. 33,700 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി കാത്തുവയ്ക്കുന്നത്. ഒമാനിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിബ് ഗാലിബ് ബിൻ സെയ്ദ് മാമരി നിർവഹിച്ചു. ഒമാനിൽ റീറ്റെയിൽ സേവനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റെന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ജനങ്ങൾ തങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ്. ഓരോ ഏരിയയിലും എക്സ്റ്റെൻഡഡ് ഏരിയയിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഞങ്ങൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏറ്റവും മോഡേണായ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരിക്കുകയാണ്. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ്, ബേക്കറി, മത്സ്യമിറച്ചി ലൈവ് കൗണ്ടറുകൾ അടക്കം ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഫാഷൻ ഉൽപ്പന്നങ്ങളുടെയും ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെയും മികച്ച ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് കൂടുതൽ സുഗമമാക്കാൻ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലുലു ഒമാൻ ഡയറക്ടർ ഷബീർ KA, റീജിയണൽ ഡയറക്ടർ അൻവർ സാദത്ത് MA, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് റാം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ഒമാൻ. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച അഹ്ലാൻ റമദാൻ പരിപാടി KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. ഷറഫിയ അലബീർ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. പുരോഗമനത്തിന്റെ ഉച്ചകോടിയിലെത്തിയതായി അവകാശപ്പെടുന്ന ആധുനിക ലോകം സാംസ്കാരികമായി പിന്നോട്ട് സഞ്ചരിക്കുന്നതിന് ഉദാഹരണമാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു. ഉനായിസ് പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ ലേൺ ദ ഖുർആൻ പരീക്ഷയിൽ വിജയികളായവരെ ആദരിച്ചു. ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ, യൂസഫ് ലാൽ, ഡോക്ടർ ഇമ്രാൻ എന്നിവർ സംസാരിച്ചു. സെന്റർ പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ അധ്യക്ഷനായിരുന്നു. സൗദി അറേബ്യയുടെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് റെഡ് സീ ഗ്ലോബൽ പദ്ധതിയുടെ 1ാം ഘട്ടം ഈ വർഷം അവസാനം തുറക്കും. റെഡ് സീ, അമാല പദ്ധതികളിലായി ആകെ 27 ആഡംബര ഹോട്ടലുകളാണ് സഞ്ചാരികൾക്കായി ഈ വർഷം പ്രവർത്തന സജ്ജമാകുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ നിന്ന് പൂർണ്ണമായും ബിസിനസ് പ്രവർത്തനങ്ങളിലേക്ക് കമ്പനി മാറുന്ന സുപ്രധാന വർഷമായിരിക്കും 2026 എന്ന് അധികൃതർ വ്യക്തമാക്കി. ഷുറ ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളും ഇതോടൊപ്പം സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. മുഹമ്മദ് ബിൻ സായിദ് സർവകലാശാല AI പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷമായതിന്റെ ഭാഗമായി UAE സെൻട്രൽ ബാങ്ക് സ്വർണ്ണ, വെള്ളി നാണയങ്ങൾ പുറത്തിറക്കി.
10 സ്വർണ്ണ നാണയങ്ങളും 500 വെള്ളി നാണയങ്ങളുമാണ് പുറത്തിറക്കിയത്. സ്വർണ്ണ നാണയത്തിന്റെ ഒരു വശത്ത് മുഹമ്മദ് ബിൻ സായിദ് സർവകലാശാല AIയുടെ ചിത്രവും മറുവശത്ത് UAE ദേശീയ ചിഹ്നവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് UAE എന്ന് അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഓരോ സ്വർണ്ണ നാണയത്തിനും 50 ഗ്രാം തൂക്കമുണ്ടാകും. നാണയങ്ങൾ സെൻട്രൽ ബാങ്കിലും സർവകലാശാലയിലും ലഭ്യമാണ്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ എത്താനായില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നു. കഴിഞ്ഞയാഴ്ച ഒമാനിൽ അമേരിക്കയുമായി നടന്ന പരോക്ഷ ആണവ ചർച്ചയ്ക്ക് ശേഷം യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. അമേരിക്കയാകട്ടെ ആണവ സമ്പുഷ്ടീകരണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടിലും. അടുത്ത ഘട്ട ചർച്ചകൾക്കുള്ള വേദി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തുടർ ചർച്ചകൾക്കുള്ള സന്നദ്ധത ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആണവ കരാറിൽ ഇറാനെതിരെ കൂടുതൽ കടുത്ത നിബന്ധനകൾ വേണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ആണവ കരാറിലെത്താനായില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതിനിടെ USS എബ്രഹാം ലിങ്കണ് പുറമെ പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാൻ ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെന്നുമാണ് ഇറാൻ പറയുന്നത്. അതിനിടെ ആണവ ചർച്ച നടന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ നിലപാടുകൾ വിശദീകരിക്കാനായിരുന്നു സന്ദർശനമെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒമാനിൽ റമദാൻ വ്രതം ഈ മാസം 19 മുതൽ പ്രഖ്യാപനം നടത്തി മതകാര്യ മന്ത്രാലയം. പെരുന്നാൾ അവധിയും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് ചേരുന്നത്. റഹീസ്, പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒമാൻ സർക്കാർ വ്യക്തമാക്കുന്നത്? ജില്ലാ സാധാരണഗതിയിൽ ഈ ഷാബാൻ മാസം, അതായത് റമദാൻ മാസത്തിന് തൊട്ട് മുൻപുള്ള ഷാബാൻ മാസത്തിലെ 29-നാകും പ്രഖ്യാപനം ഉണ്ടാവുക. എന്നാൽ ഇത്തവണ വളരെ നേരത്തെ തന്നെ എന്നായിരിക്കും റമദാൻ വ്രതാരംഭം എന്നുള്ള കാര്യം ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ മാസം 19 മുതൽ വ്യാഴാഴ്ച മുതലായിരിക്കും ഈ ഒമാനിൽ റമദാൻ വ്രതം ആരംഭിക്കുക എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. GCC രാജ്യങ്ങളിൽ ആദ്യമായി റമദാൻ എന്നാണ് തുടങ്ങുന്നത് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഒമാൻ നടത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 18 ബുധനാഴ്ചയോടുകൂടി ഷാബാൻ മാസം 30 പൂർത്തിയാകും. സാധാരണ ഷാബാൻ 29-ന് അല്ലെങ്കിൽ 30-നാകും. 29-ന് പിറ കണ്ടാൽ ആ മാസം പൂർത്തീകരിച്ച് പിറ്റേ ദിവസമായിരിക്കും റമദാൻ ആരംഭിക്കുക. എന്നാൽ അതിന് ഒരു സാധ്യതയും നിലവിൽ കാണാത്തതിനാൽ കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷകരും ഒപ്പം തന്നെ മതപണ്ഡിതരും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പിറ കാണില്ല എന്ന് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാസം പൂർത്തിയാക്കി, അതായത് ഷാബാൻ 30 പൂർത്തിയാക്കി പിറ്റേ ദിവസം റമദാൻ ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരുന്നാൾ അവധിയും ഒമാനിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 19 മുതൽ മാർച്ച് 23 വരെ ആയിരിക്കും പെരുന്നാൾ അവധി ഉണ്ടായിരിക്കുക. 24 മുതൽ ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന് പറയുന്നു. എന്തായാലും വിശ്വാസികൾ ഏറെ കാത്തിരിക്കുന്ന റമദാൻ വ്രതാരംഭം ഒമാനിൽ 19 മുതൽ ആരംഭിക്കുകയാണ്. GCC രാജ്യങ്ങളിലുടനീളം 19-നാണ് കൂടുതൽ സാധ്യത നിലവിൽ പറയപ്പെടുന്നത്. ഇതില്ല. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിലക്കെടുക്കാൻ പറ്റുമോ? പറ്റുമെന്നതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ജവഹർ നഗർ ഭൂമി തട്ടിപ്പ്. പണത്തിനു വേണ്ടി തട്ടിപ്പിന് ഒത്താശ ചെയ്ത സബ് രജിസ്ട്രാർ ഉൾപ്പെടെ ഇന്ന് ജയിലിലാണ്. അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ആൾമാറാട്ടവും ഈ തട്ടിപ്പിൽ ഉണ്ടായി. വീടുമായിട്ട് നെയ്ബേഴ്സിനൊന്നും ഒരു പ്രത്യേക ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആകപ്പാട് അവിടെ നടന്നൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ആരും ഇങ്ങനെ ഈ ഒരു ഇത് വെച്ച് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും നടത്തുന്നതായിരിക്കുമെന്ന് വിശ്വസിച്ചു. ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖ ഉണ്ടാക്കിയുമാണ് വെണ്ടറായ മണികണ്ഠൻ അനിൽ തമ്പിക്ക് സ്ഥലവും വീടും കൈവശപ്പെടുത്തി കൊടുത്തത്. ഇതിന് 2 കോടി രൂപ മണികണ്ഠന്റെയും 1 കോടി രൂപ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായാണ് കണ്ടെത്തൽ. മുൻകൂറായി 40 ലക്ഷം രൂപയും കൈപ്പറ്റി. ഇതുപയോഗിച്ച് മണികണ്ഠൻ കടങ്ങൾ വീട്ടുകയും പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഭൂമി തട്ടിപ്പിന് ഒത്താശ ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഫലമായി 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണും കൈപ്പറ്റിയതായും കണ്ടെത്തി. വ്യാജ പ്രമാണത്തിൽ ഒപ്പിട്ടവരിൽ അനിൽ തമ്പി ഒഴികെ മറ്റ് 3 പേരും ആൾമാറാട്ടം നടത്തിയവരാണ്. ഡോറയെ ആൾമാറാട്ടം നടത്തിയ വട്ടപ്പാറ സ്വദേശി വസന്ത, ഡോറയുടെ ചെറുമകൾ എന്ന പേരിൽ രജിസ്ട്രാർ ഓഫീസിൽ ഹാജരായ പുനലൂർ സ്വദേശിനി മെറിൻ ജേക്കബ്, ആൾമാറാട്ടത്തിന് സഹായിച്ച സുനിൽ, വെണ്ടർ മണികണ്ഠൻ, അനുജൻ മഹേഷ്, സെയ്മാലി എന്നിവരടക്കം 8 പേർ ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്.
സിറലിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പഠന മികവുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായുള്ള ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രവി പിള്ള ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് എക്സലൻസ് സ്കോളർഷിപ്പ് നാടിന് മുതൽക്കൂട്ടാകുമെന്നും നാടിനോടുള്ള കരുതലായി ഈ പ്രഖ്യാപനത്തെ കാണുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിനായി അടുത്ത 50 വർഷത്തേക്ക് 525 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആദ്യ ബാച്ചിലെ അർഹരായ 1500 വിദ്യാർത്ഥികൾക്കുള്ള 10 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ പിന്തുണ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താനും നല്ല ഭാവിയിലേക്ക് കുതിക്കാനും സഹായകരമാകുമെന്നും മുഖ്യമന്ത്രി. ഇവിടെ എത്തിച്ചേർന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ പിന്തുണ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനും കൂടുതൽ നല്ല ഭാവിയിലേക്ക് കുതിക്കാനും സഹായകമാകും എന്നുകൂടിയാണ് കരുതുന്നത്. കുട്ടികളുടെ ഭാവിക്കായി ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കണമെന്ന ആഗ്രഹത്തിന്റെ സാഫല്യമാണ് ഈ നിമിഷമെന്ന് ഡോക്ടർ രവി പിള്ള പറഞ്ഞു. ഏതു നേട്ടത്തിലും മാതാപിതാക്കളെയും ജനിച്ച നാടിനെയും മറക്കരുതെന്നും അറിവും കഴിവും നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ഡോക്ടർ രവി പിള്ള. പ്രിയ കുഞ്ഞുങ്ങളെ, വിദ്യാധനമാണ് ഏറ്റവും വലിയ ധനം. വിദ്യാഭ്യാസം നിങ്ങളെ മാറ്റാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഇന്നത്തെ നിങ്ങളുടെ പരിശ്രമങ്ങൾ നാളത്തെ നേട്ടങ്ങൾ. ഒരിക്കലും മാതാപിതാക്കളെയും ജനിച്ച നാടിനെയും മറക്കരുത്. നിങ്ങളുടെ അറിവും കഴിവും നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണം. ഡോക്ടർ രവി പിള്ള ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പിന്റെ അർഹത പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. എക്സലൻസ് സ്കോളർഷിപ്പ് നൽകാനുള്ള തീരുമാനം കുട്ടികൾക്ക് തീർച്ചയായും ഒരു അനുഗ്രഹമായിരിക്കും. അതൊരു വർഷത്തേക്കല്ല, 50 വർഷം. ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കൂടി സ്കോളർഷിപ്പിന് അർഹത പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെയുള്ളത്. നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തിന് കരുത്തു പകരുന്ന പ്രഖ്യാപനമാണെന്ന് നടൻ മോഹൻലാലിന്റെ വീഡിയോ സന്ദേശം. പ്രമുഖ പ്രവാസി വ്യവസായിയും എന്റെ പ്രിയ സുഹൃത്തുമായ ഡോക്ടർ ബി രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള രവിപിള്ള ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും സംയുക്തമായാണ് ഈ ഉദാത്തമായ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുക എന്ന ഈ ലക്ഷ്യം ഏറെ അഭിനന്ദനാർഹമാണ്. മാനവികതയുടെ സങ്കല്പത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ രാജൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്റ്റേറ്റ് സിലബസിൽ 950 പേർക്കും CBSEയിൽ 100ഉം ICSEയിൽ 50ഉം ഉൾപ്പെടെ 1100 വിദ്യാർത്ഥികൾക്ക് 50,000 രൂപയുടെയും ഡിഗ്രി 1 ലക്ഷം രൂപ വീതവും PG 1.25 ലക്ഷം രൂപ വീതവും 200 വീതം വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 1500 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. ഓരോ വിഭാഗത്തിലും 20% സ്കോളർഷിപ്പുകൾ പ്രവാസി കേരളീയരുടെ മക്കൾക്കും 5% ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കുമാണ് നീക്കിവച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.